നമസ്കാരം, IWCampusലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഒരു ഇന്റേണൽ ഡിവൈസ്, അതായത് ഇപ്പം എനിക്കൊരു ഒരു സെർവറുണ്ട്. ഈ സെർവറിൽ എനിക്ക് പുറത്തു നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിക്ക് പുറത്തു നിന്ന് ഒരു RDPO, SSHO ഇങ്ങനെ ചെയ്യണം. അപ്പം ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ വീട്ടിലിരുന്ന് ഇപ്പം ഈ ഒരു സെർവർ ആക്സസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം, നമുക്ക് ആ ഫോർട്ടിഗേറ്റ് ഫയർവാൾ വഴി ആ ഒരു ആക്സസ് എങ്ങനെ പെർമിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ജനറലി നമ്മൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം എപ്പോഴെങ്കിലും ചിലപ്പം ഇപ്പം കമ്പനിയുടെ ഡിവൈസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിലിരുന്ന് അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഈസി ആയിരിക്കും. അതിന് തന്നെ നമ്മുടെ ഈ ഒരു ഫോർട്ടിഗേറ്റ് ഫയർവാൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെർച്വൽ IPs എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെർച്വൽ IPസിനകത്ത് നമുക്ക് ഒരു പോർട്ട് ഫോർവേഡിങ് സെറ്റപ്പ് ചെയ്യാം. അതായത് നമ്മളുടെ ഫോർട്ടിഗേറ്റിൻ്റെ പബ്ലിക് ഇൻ്റർഫേസ് അല്ലെങ്കിൽ വാൻ ഇൻ്റർഫേസിൽ ആ ഒരു പർട്ടിക്കുലർ പോർട്ടിൽ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റിനെ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ഹോസ്റ്റിലേക്ക് ഫോർവേഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കേസ് അനുസരിച്ചാണെങ്കിൽ സെർവറിലോട്ട് RDP പ്രോട്ടോക്കോൾ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സെർവറിൻ്റെ ആ IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 10.0.1.243 ആണ് IP അഡ്രസ്സ്. RDPയുടെ പോർട്ട് നമ്പർ അത് TCP ആണ്. RDP പ്രോട്ടോക്കോൾ അതിൻ്റെ 3389 ആണ് പ്രോട്ടോക്കോൾ ആ പോർട്ട് നമ്പർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പോർട്ട് ഫോർവേഡിങ് സെറ്റപ്പ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെർച്വൽ IP ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ ഞാൻ ഒരു വെർച്വൽ IP കൊടുക്കുന്നു, ക്രിയേറ്റ് ന്യൂ വെർച്വൽ IP കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഒരു പേര് കൊടുക്കണം. ഞാനിപ്പം ജസ്റ്റ് RDP ആക്സസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇവിടെ നമുക്ക് കമൻറ്റ് ഇടണമെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ആക്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഏത് ഇൻ്റർഫേസ് വഴി വേണം ഇത് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോർട്ട് ഫോർവേഡിങ് ഏത് ഇൻ്റർഫേസിലാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പോർട്ട് 1 ആണ്, കാരണം ഈ പോർട്ട് 1 ആണ് എൻ്റെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇൻ്റർഫേസ്. അപ്പം ഈ ഒരു പോർട്ട് 1 ഞാനിവിടെ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എക്സ്റ്റേണൽ IP അഡ്രസ്സ്, ഈ എക്സ്റ്റേണൽ IP അഡ്രസ്സിൻ്റെ റേഞ്ചാണ്. അതായത് നമ്മൾ ഏത് IP നിന്നാണ് ഈ ഒരു പർട്ടിക്കുലർ പോർട്ടിലോട്ട് വരുമ്പോൾ ഈ ഒരു ട്രാഫിക്ക് ഫോർവേഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ എനി IP കൊടുത്തു. കാരണം എനിക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഡൈനാമിക് IP ആയിരിക്കും, സ്റ്റാറ്റിക് IP ആയിരിക്കത്തില്ല. സോ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു. ഇൻ കേസ് നമ്മൾ സ്പെസിഫിക്കലി ഇച്ചിരൂടെ ഹൈ സെക്യൂറായിട്ട് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മളുടെ ഒരു IP പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ജനറലി നമുക്ക് പബ്ലിക് IP ആണെങ്കിൽ, സ്റ്റാറ്റിക് IP അല്ല, ഡൈനാമിക് ആയിട്ടുള്ള പബ്ലിക് IP ആണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 24 മണിക്കൂർ നമുക്കൊരു ഇത് കിട്ടും, ലീസ് ടൈം കിട്ടും. സോ പെട്ടെന്ന് IP മാറിക്കൊണ്ടിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന IP ആണെങ്കിൽ ഇന്ന് മുഴുവൻ മിക്കവാറും എനിക്ക് IP തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നാളെ ആയിരിക്കും പുതിയ IP വരുന്നത്. സോ അങ്ങനെയാണ് കുറച്ചുകൂടെ സെക്യൂർ ആണ്. കാരണം നമ്മൾ പബ്ലിക് IPയിലോട്ടൊക്കെ സ്കാനിങ് മിക്കവാറും കാണുന്നതാണ്. അപ്പം ഒത്തിരി ആൾക്കാരിത് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. നമുക്ക് ലോഗ്സ് ഒക്കെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. സോ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സ്പെസിഫിക് IP കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഈ ഒരു കേസിൽ ഞാനിപ്പം ഈ ഒരു 00 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് IP വേണമെങ്കിലും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യും, അതാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മളുടെ ഇൻറ്റേർണൽ IP ആണ് ഈ ഒരു ഭാഗത്ത് കൊടുക്കേണ്ടത്. അത് ഞാൻ ഈ ഒരു IP ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ IP. അപ്പം ഈ ഒരു IP അതായത് നമ്മളുടെ പോർട്ട് 01 ഏതൊരു IPയിൽ നിന്നും ഈ നമ്മളുടെ പോർട്ടിലോട്ട്, അതായത് RDP പോർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ഫോർവേഡ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്കിവിടെ പോർട്ട് ഫോർവേഡിങ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ TCP, RDPയുടെ പ്രോട്ടോക്കോൾ TCP ആണ്. സോ 1 to 1 നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് RDPയുടെ പോർട്ട് നമ്പർ 3389 അതിട്ട് കൊടുക്കുന്നു. ഇത് എക്സ്റ്റേണൽ സർവീസ് പോർട്ടാണ്. അതായത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു പോർട്ടിൽ റൺ ചെയ്യാൻ പോകുന്ന ആ ഒരു സർവീസിൻ്റെ പോർട്ടാണ് ഇവിടെ പറയേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം മാപ്പ് ടു IP വേർഷൻ 4 പോർട്ട് നമ്പർ, അതും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട പോർട്ട് നമ്പർ നമുക്കിവിടെ കൊടുക്കാം. ഇൻ കേസ് നമ്മൾ എക്സ്റ്റേണൽ പോർട്ട് നമ്മൾ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് പോർട്ടല്ല, നോൺ സ്റ്റാൻഡേർഡ് പോർട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അസ്യൂം ചെയ്യുക ഞാനിപ്പോൾ ഇത് കൊടുക്കാൻ പോകുന്നത് 13389 എന്ന് പറഞ്ഞൊരു പോർട്ട് നമ്പറാണെന്ന് വെച്ചു. അപ്പം ഈ ഒരു പോർട്ട് നമ്പറിലോട്ട് ആരെങ്കിലും RDP ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഡിവൈസിലേക്ക് ഈ ഒരു പോർട്ടിൽ എനിക്ക് RDP ചെയ്യാൻ പറ്റും, എന്ന് വെച്ചാൽ അത് ഫോർവേഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയും കൊടുക്കാം. സോ നോൺ സ്റ്റാൻഡേർഡ് പോർട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കണം അത് കൊടുക്കേണ്ടത്. അതേസമയം സ്റ്റാൻഡേർഡ് പോർട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമല്ലോ ഈ രീതിയിൽ തന്നെ കൊടുക്കുകയാണ് ബെറ്റർ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാനൊരു IP അഡ്രസ്സും ഒരു വെർച്വൽ IP ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഫിൽട്ടർ ഓപ്ഷൻ നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫിൽട്ടർ കൊടുക്കാൻ പറ്റും. സോഴ്സ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ജനറലി നമ്മൾ ഇങ്ങനെ കൊടുത്താൽ തന്നെ അത് വർക്കാവും. ഞാനിപ്പോൾ ഇത്രയും കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വെർച്വൽ IP ക്രിയേറ്റ് ആയി. RDP ആക്സസ് എന്ന് പറഞ്ഞ വെർച്വൽ IP. ഇനിയും നമ്മൾ ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ നമ്മുടെ അതായത് എക്സ്റ്റേണൽ പോർട്ടിൽ ഇങ്ങനെയൊരു RDP റിക്വസ്റ്റ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി ആ ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഒരു പെർമിഷൻ കൂടെ കൊടുക്കണം. അതിന് ഫയർവാൾ പോളിസി വേണം. അപ്പോൾ നമുക്കൊരു ഫയർവാൾ പോളിസി നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ ഫയർവാൾ പോളിസി കൊടുക്കാം. ഇവിടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ പേര് കൊടുക്കാം. RDP ആക്സസ് പോളിസി എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഇൻകമിങ് ഇൻ്റർഫേസ് നമ്മുടെ പോർട്ട് 1 ആണ്. നമ്മുടെ പോർട്ട് 2ലാണ് നമ്മുടെ ലോക്കൽ ലാൻ ഉള്ളത്. സോ അങ്ങോട്ടാണ് ഈ ഒരു പോർട്ട് ഫോർവേഡിങ് ചെയ്യേണ്ടത്. അപ്പോൾ പോർട്ട് 2ലോട്ട് കൊടുക്കുക. സോഴ്സ് നമ്മൾ ഇവിടെ ഏത് സോഴ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാലും കൊടുക്കാം. എന്ന് വെച്ചാൽ ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് പറയുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം IP അഡ്രസ് ഇവിടെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഡെസ്റ്റിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു RDP ആക്സസ് എന്ന് പറഞ്ഞ ആ ഒരു വെർച്വൽ IP അല്ലെങ്കിൽ സെർവറിൻ്റെ ആ ഇതിൽ വരുന്ന ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ടൈമിംഗ് ഉണ്ടെങ്കിൽ ആ സ്പെസിഫിക് ടൈമിംഗ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അത് ഓൾവേസ് ഇട്ട് കൊടുക്കാം. പോർട്ട് നമ്പർ, സർവീസ് പോർട്ട് നമ്മൾ RDP മാത്രമേ ഓപ്പൺ ആക്കാവുള്ളൂ. ഈ ഒരു കേസിൽ RDP കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇൻസ്പെക്ഷൻ മോഡ് നമ്മൾ ജനറലി നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു ഇൻസ്പെക്ഷൻ മോഡ് ഇടാൻ പറ്റും. ഇത് ഫ്ലോ ബേസ്ഡ് ആണ്. ഞാനിപ്പോൾ ഇതിനകത്തെല്ലാം കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലോ ബേസ്ഡ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പ്രോക്സി ബേസ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോക്സി ബേസ്ഡ് നമുക്ക് അത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ താഴെ നമുക്ക് NAT വേണമെങ്കിൽ NAT കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസേബിൾ ചെയ്യാം. പബ്ലിക് IP ആയതുകൊണ്ട് തന്നെ തിരിച്ച് റിവേഴ്സ് അത് പൊക്കോളും. ഇൻ കേസ് നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ അകത്ത് റിവേഴ്സ് നാറ്റിങ്ങിന് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ സെർവർ യൂസ് ചെയ്യുന്ന ഡീഫോൾട്ട് ഗേറ്റ് വേ വഴി പോകുന്ന ട്രാഫിക് വേറെ പാത്തിൽ കൂടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ NAT കൊടുക്കണം. അതാകുമ്പോൾ നമ്മളുടെ പോർട്ട് 2ൻ്റെ ആ ഒരു IP അഡ്രസ്സ് ഇവിടെ ആ ഒരു IP അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും ആ ഒരു റിക്വസ്റ്റ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള റെസ്പോൺസ് നമ്മുടെ പോർട്ട് 2ലോട്ട് തന്നെ വന്നോളൂ. അല്ലെങ്കിൽ ഡീഫോൾട്ട് റൗട്ട് വേറെയാണ് നെറ്റ്വർക്കിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ NAT കൊടുക്കണം. അല്ല, ഡീഫോൾട്ട് റൗട്ട് നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിൽ അല്ലെങ്കിൽ ഈ ഒരു ഫയർവാളാണ് ഡീഫോൾട്ട് ഗേറ്റ് വേ ആയിട്ട് വെച്ചേക്കുന്നുണ്ടെങ്കിൽ നമ്മൾ NAT കൊടുക്കണമെന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കേസ് ഞാനിപ്പോൾ NAT കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് പാത്തിൽ കൂടെ അത് വേറൊരു ഗേറ്റ് വേ വഴി കണക്റ്റ് ആയി പോകും. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ പ്രോട്ടോകോൾ ഓപ്ഷൻസ് ഡീഫോൾട്ട് തന്നെ. അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ SSL ഇൻസ്പെക്ഷൻ്റെ ആവശ്യമില്ല, കാരണം RDP ആണ്. അതുകൊണ്ട് നമുക്ക് അതങ്ങനെ ഇട്ടേക്കാം. നമുക്ക് ഈ ഒരു സെഷൻ്റെ കംപ്ലീറ്റ് ലോഗിങ് വേണമെങ്കിൽ ഓൾ സെഷൻസ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ലോഗിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവൻറ്റ്സ്, എന്തെങ്കിലും സെക്യൂരിറ്റി ഇവൻറ്റുകൾ നടന്നാൽ മാത്രം ലോഗ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഈ ഒരു റൂള് ബ്ലോക്ക് ആവുമോ ഡിനേ ആവുമോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്താൽ മതിയെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി ഇവൻറ്റ്സ് മാത്രം കൊടുത്താൽ മതി. പാക്കറ്റ് ക്യാപ്ചർ ഒന്നും കൊടുക്കല്ലേ. എന്നിട്ട് എനേബിൾ ദിസ് പോളിസി കൊടുക്കുക. എന്നാലേ ഈ പോളിസി എനേബിൾ ആവത്തുള്ളൂ. ഞാനിവിടെ ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ പോളിസി ഇവിടെ എനേബിൾ ആയി. അന്നേരം എനിക്കിനി വേണ്ടത്, ഞാൻ ഈ ഒരു സെർവറിൻ്റെ ഈ ഒരു ഫയർവാളിൻ്റെ പബ്ലിക് IPയിലോട്ട് ഞാൻ RDP കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നമ്മളുടെ ആ ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ആയി വരണം. ഞാനപ്പോൾ ഇവിടെ ജസ്റ്റ് MSTSC കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഫയർവാളിൻ്റെ ഇതാണ് ഈ ഫയർവാളിൻ്റെ URL. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതേ URL തന്നെ ഇവിടെ ഇട്ട് കൊടുക്കാം. fgfw01.iwcampus.in എന്നിട്ട് കണക്റ്റ് കൊടുക്കുന്നു. ഉണ്ടോ, ഇപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ഞാനിവിടെ ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി RDP കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് RDP സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ പോർട്ട് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒത്തിരി ഇതുപോലെ പോർട്ട് ഫോർവേഡിങ് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോർട്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു വെർച്വൽ IP പൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വെർച്വൽ IP ഗ്രൂപ്പ് ഉണ്ട്. ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെർച്വൽ IPs നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഇൻ്റർഫേസ് ആദ്യം കൊടുക്കണം, പോർട്ട് നമ്പർ 1. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഇപ്പോൾ RDP ആക്സസ് പോലുള്ള ഇതുപോലെ നമ്മൾ മൾട്ടിപ്പിൾ പോർട്ട് ഫോർവേഡിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഗ്രൂപ്പിനെ എടുത്ത് നമ്മൾ പോളിസിയിൽ പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ പോളിസിയിൽ RDP ആക്സസ് ആ പറഞ്ഞു കൊടുത്ത് ഡെസ്റ്റിനേഷൻ, അതിന് പകരം ആ ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി. സോ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പോർട്ട് ഫോർവേഡിങ് വേണമെങ്കിൽ നമുക്ക് ഒറ്റ പോളിസിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.